നീക്കാം, കരയേറും നീക്കി നീക്കാം. മാറിലെ ഭാവം മനസ്സിലേറ്റുവാങ്ങിടാ. ഈശോയിൽവാസിലുള്ള ബിൻഡോച്ചൻ റുഗേറസിസ പുൽക്കാരൻ പറമ്പിൽ പള്ളിക്കുന്നിൽ കുടുംബാംഗങ്ങളെ ബന്ധുമിത്രാദികളെ പ്രേമാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഏവരുടെയും പേരിലാണ് ബുദ്ധിനും റോസ്നിക്കും ഈ പുതിയ കുടുംബ രൂപീകരണത്തിനായുള്ള എല്ലാ അംഗങ്ങളുടെ പ്രാർത്ഥന രണ്ട് കുടുംബങ്ങൾ പുൽക്കാരൻ പറമ്പിൽ കുടുംബവും പള്ളിക്കുന്നിൽ കുടുംബവും ഒന്നിച്ചേർന്ന് ഈ കുദാശ വഴി ചേർക്കപ്പെടുമ്പോൾ വിപിനിലൂടെയും റോസ്നിയിലൂടെയും പുതിയ ഒരു തുടക്കം കുറിക്കപ്പെടുകയാണ്. ഇവരുടെ ആശ്രയ പ്രതീക്ഷകളെല്ലാം സഫലീകൃതമാകുക. തിരുക്കർമ്മങ്ങളിൽ ഉടനീളം നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. വികാരിച്ച് പറഞ്ഞ വാക്കിനോട് ചേർത്ത് രണ്ട് വാക്കുകൾ കൂടി. വലിയ സന്തോഷമാണ് ഒരു പുതിയ കുടുംബം രൂപപ്പെടുന്നതിൽ. എനിക്ക് ആ സന്തോഷം ഇരട്ടിയായിട്ട് തോന്നുന്നു വ്യക്തിപരമായിട്ട്. കാരണം ഒരു കുടുംബം ഇവിടെ രൂപപ്പെടുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വികാരിയായിരുന്ന അയാളുടെ നിന്ന് അച്ഛൻ പറഞ്ഞ പോലെ രണ്ട് കുടുംബങ്ങൾ ഒരുമിച്ച് ചേരുകയാണ്. അതുകൊണ്ട് ആ സന്തോഷം ഇരട്ടി പരസ്പരം മനസ്സിലാക്കി പ്രാർത്ഥന യാചിച്ച് ഈ ദേവാലയത്തിൽ വെച്ച് ഇതേപോലെ ഒരുമിക്കുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഈ കുടുംബം ഏറ്റവും മനോഹരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കുടുംബങ്ങൾക്കും ഇവിടെ സന്നിധരായ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലിയിൽ സമർപ്പിക്കുകയാണ്. വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.
സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. യഹോവയാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആരാധനയുടെ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ വിവാഹത്താൽ ബന്ധിതരാൻ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസൻ ബിബിനെയും റോസ്മിയെയും അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളായി വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്നു കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശയോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെ പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രികളെല്ലാം ആന്തരികമാകുന്നു. അവരുടെ പേരങ്ങി പൊന്നുപതിനാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ നമ്മൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗ്രഹിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരി വള്ളിയാകും. നിന്റെ മകൾ മേശയ്ക്ക് ചുറ്റും സൈന്യമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഖിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ
എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങേ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടികൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ പാട്ടിടുവിൻ, പാട്ടിടുവിൻ. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുവാൻ നിരന്തരം ഞങ്ങളെ സ്തുതിക്കുവാൻ അമ്മയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. വായനയുടെ സമയമാണ്. എല്ലാവരും എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാരുടെ ലേഖനം 5-ാം അധ്യായം 20 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്നാൽ ക്രിസ്തു തന്നെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷ.
പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കളയോ ചുടവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതീക്ഷിക്കുന്നതിനും അവൾ കളങ്കരയ്ക്കുകയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യയെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹൃദയം തുറക്കാം, ദൈവം അരുളും തിരുമൊഴികൾ കേൾക്കാം. വചനം ശ്രവിക്കാം, ഹൃദയം തുറക്കാം, ദൈവം അരുളും തിരുമൊഴികൾ കേൾക്കാം. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്വോളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
ഈശോയിൽ ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട ഈ ഇടവേള വികാരി സെലസ്റ്റിനച്ച, ഗ്രിഗോറിയസ് അച്ച, ഇന്ന് എന്നെയും ഞങ്ങളെയും നമ്മുടെയും ഈ ദേവാലയത്തിലേക്ക് വരുവാൻ കാരണക്കാരാക്കിയ വിധി, റോസ്മി, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കള്, വിവിധ മാതാപിതാക്കള്, ജോണി ചേട്ടൻ, പൊന്നമ്മ ചേച്ചി, റോസ്മിയുടെ പ്രിയപ്പെട്ട അമ്മച്ചി, മേരിക്കുട്ടി ചേച്ചി, ജോയി ചേട്ടൻ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, കുഞ്ഞുമക്കളും, ഏറ്റവും പ്രിയപ്പെട്ടവരെ, എന്തായാലും നല്ല സന്തോഷത്തിലാണ് ഒരു പുതിയ കുടുംബം രൂപപ്പെടുന്നതിന്റെ. കുറച്ചുകൂടി സന്തോഷം ഇന്ന് കൂടും, ഈ നാളുകൾ കൂടും. കാരണം നിയന്ത്രണങ്ങളൊക്കെ ഇങ്ങനെ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു ശ്വാസം മുട്ടലൊക്കെ കുറഞ്ഞ് ഇന്ന് മാനത്തേക്ക് നോക്കുമ്പോൾ മാനൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇവിടെ വരെ എത്തിക്കുവാൻ മാതാപിതാക്കൾപ്പെട്ട പാട്, കുടുംബാംഗൾപ്പെട്ട പാട്. അങ്ങനെ ദേവാലയത്തിലെത്തി ഈ ദിവസം പ്രാർത്ഥിച്ച് മോഹിച്ചിരുന്ന് ഈ സമയത്തായിരിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു, നമ്മളെല്ലാം സന്തോഷിക്കണം. ദൈവത്തിന്റെ കൃപ എന്നും ഇവരുടെ കുടുംബത്തിൽ തുടരട്ടെ, പ്രാർത്ഥിക്കുന്നു. പോലെയാണ് എന്റെ പ്രിയതമ. അപ്പൊ മണവാട്ടി കുറയ്ക്കുന്നില്ല. മണവാട്ടി മണവാളെ കുറിച്ച് പറയുകയാണ്, വനവൃക്ഷങ്ങൾക്കിടയിലെ ആപ്പിൾ മരം പോലെയാണ് എന്റെ പ്രിയതമൻ. കുറച്ചുപേര് പ്രായമുള്ളവർ പ്രത്യേകിച്ച് ചിരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായ കാര്യം എന്താണ്? ചിലപ്പോൾ മനസ്സിൽ ഓർത്തിട്ടുണ്ടാവും, ഇതേപോലുള്ള ഉത്തമ ഗീതത്തിൽ ഈരടികളൊക്കെ അയവിറക്കൊണ്ട് ജീവിതം ആരംഭിച്ച് 20-25 ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഇത് തനി മുൾച്ചെടിക്കാട്, ഇത് തനി വനവൃക്ഷം ഇതേപോലെ ആയിത്തീരുന്ന അവസ്ഥയിൽ പ്രാർത്ഥന ഏറ്റുവാൻ അതിൻ്റെങ്കിലേ ജീവിക്കുകയുള്ളൂ. ദൈവത്തെ മുൻനിർത്തി എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. പട്ടാളക്കാർ യുദ്ധത്തിന് പോകുമ്പോൾ 1 വട്ടം പ്രാർത്ഥിക്കുന്ന പറയുന്നത്, ഒന്ന് പ്രാർത്ഥിക്കും. മുക്കുവന്മാരാണെങ്കിൽ 1 അല്ല 2 വട്ടം പ്രാർത്ഥിക്കും. കടലിൽ പോകും. കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ 1 അല്ല 2 അല്ല പല വട്ടം പ്രാർത്ഥിക്കും. കാരണം ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ, ഒന്നും മിണ്ടിയില്ല എന്നുള്ളതിന്റെ പേരില് അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ പേരില് ആയുസ്സില്ലാതെ നഷ്ടപ്പെടുന്ന ബന്ധങ്ങളാണ് ഇന്നുള്ളത്. ഓരോ കുടുംബവും രൂപപ്പെടുമ്പോഴേ ഇതൊക്കെ ഒന്ന് ഓർക്കണം. അങ്ങനെ ഓർക്കുമ്പോഴാണ് ആ പഴുതുകൾ അടച്ചും നമുക്ക് ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ഇതേപോലെ ധ്യാനിക്കാൻ കിട്ടുന്ന, പ്രാർത്ഥിക്കാൻ കിട്ടുന്ന, ചിന്തിക്കാൻ കിട്ടുന്ന വേറൊരു സ്ഥലം കിട്ടുകയില്ല. ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കുന്നത് മുമ്പേ അതിനെ തിരുത്തുവാനുള്ള വഴി ഒരുക്കുകയാണ്. ഇവരെ 2 പേരെയും കുറിച്ച് എനിക്ക് സന്തോഷമാണ്. കാരണം ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ എന്റെ ഇടപാടുകളായ 2 പേരും, 2 കുടുംബങ്ങളും, 2 കുടുംബങ്ങളും നല്ല കുടുംബങ്ങളാണ്. എനിക്ക് സന്തോഷം തോന്നിയത്, ഞാനിവിടെ അടുത്ത എറണാകുളം പള്ളിയിൽ വികാരിച്ചനായിരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കാലാവസ്ഥ പനിയൊക്കെ വന്നായിരുന്നു. അപ്പൊ ആ അവസ്ഥയില് കൈക്കാരനായ ചോദിച്ചേട്ടനാണ് എന്നെ അന്ന് സ്വീകരിച്ചു കൊണ്ടുപോയി. അവരുടെ വീട്ടിൽ എനിക്കൊന്ന് 3-4 ദിവസം അടുപ്പിച്ചു. പിന്നെ അതല്ലാതെ താമസിച്ചിട്ടുണ്ട്. അന്ന് അങ്ങനെയാണ്. അച്ഛന്മാർക്ക് അവിടെ പള്ളിമേടെ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഞാൻ പോയി ചാർജ് എടുത്ത ആയാനഗർ പള്ളിയിൽ അങ്ങനെ ഇല്ലായിരുന്നു, അന്ന് ഇല്ലായിരുന്നു. ഒരു വികാരിച്ചനായിട്ട് വന്ന ഔദ്യോഗിക വികാരി അല്ലെങ്കിലും വികാരി എന്നുള്ള പേരില് ഒരു അച്ഛൻ വന്ന് അവിടെ താമസിച്ച് പ്രവർത്തനം തുടങ്ങിയത് അന്നാണ്. റോസ്മി യൂത്ത് പ്രവർത്തനങ്ങൾ മുമ്പിൽ നിന്ന് അതോടൊപ്പം തന്നെ ദേവാലയത്തോട് താല്പര്യം കാണിച്ച് 2 പേരും ഒരുമിച്ച് അങ്ങനെ നിന്ന നാളുകളൊക്കെ ഞാൻ ഓർക്കുകയാണ്. 2 കുടുംബങ്ങൾ. അതുകൊണ്ട് ഇന്ന് കാണുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു 15 അല്ല ഏകദേശം ഒരു 10 വർഷത്തിന് ശേഷം ഞാൻ ഇവരെ കാണുന്നത്, ഇവിടെ വന്നതിന് ശേഷം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സന്തോഷം. അവിചാരിതമായി ഇതേപോലെ ഈ ദേവാലയത്തിൽ വന്ന് ഇവരെ കണ്ട് പ്രാർത്ഥിച്ച് കുടുംബത്തിലേക്ക്, ഇടവേള കുടുംബത്തിൽ നിന്നുള്ള 2 കുടുംബങ്ങളെ ഒറ്റ കുടുംബമായി മാറ്റപ്പെടുമ്പോൾ ഇവരിലേക്ക് ദൈവകൃപ സമൃദ്ധമായി ചുരിയപ്പെടുന്നു. എനിക്ക് വലിയ സന്തോഷമാണ്. നന്മയുള്ള കുടുംബങ്ങളാണ്. ആ നന്മ ഇവരിലൂടെ തുടരുകയാണ്, ഒരു കുടുംബമായി രൂപപ്പെട്ടുകൊണ്ട്. രക്ഷാകര ചരിത്രം പരിശോധിക്കുമ്പോൾ 5 കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാകുന്ന ത്രിത്വൈക കുടുംബം. ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത കൂട്ടായ്മയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 കൂട്ടായ്മയിലുള്ളതാണ്. കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്ന കൂട്ടായ്മയാണ്. കുടുംബ ബന്ധങ്ങളെ കൂട്ടായ്മയെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് പാലിച്ചു പറ്റുന്ന കൂട്ടായ്മ നഷ്ടപ്പെടുന്നതാണ്. അതിന് പല കാരണങ്ങളുണ്ട്.
അതുകൊണ്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാകുന്ന ത്രിത്വൈക ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടായ്മ മനോഹരമാകട്ടെ. രണ്ടാമത്, ആദം ഹവ്വ വീണുപോയ കുടുംബം. ആദ്യ കുടുംബമായിരുന്നു, പക്ഷെ വീണുപോയി. എന്തുകൊണ്ട്? പിശാചിന് ഇടം കൊടുത്തത് കൊണ്ട്. ഈ കുടുംബം മുന്നോട്ട് പോകുമ്പോൾ പൈശാചികമായിട്ടുള്ള പ്രവണതകള്, ശക്തികള് പല രീതിയിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നാക്രമിക്കാൻ നോക്കും. നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ അതെ. കുടുംബമാണ് തിരുക്കുടുംബമെങ്കിൽ എപ്പോഴും തിരുക്കുടുംബത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. നാലാമത്, നമ്മുടെ തിരുസഭയാവുന്ന കുടുംബം. തിരുസഭയാവുന്ന കുടുംബത്തിന്റെ അംഗങ്ങളാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഇടവ ഒരു കുടുംബം, സഭയുടെ കുടുംബം. ആ സഭയുടെ ഭാഗമായിട്ട് നിങ്ങൾ ശക്തിപ്പെടുകയാണ്. മാമോദിസായി ഇടവയിലേക്ക് വന്ന് നിങ്ങൾ ആ തിരുസഭയുടെ ജീവിതയാത്ര ആരംഭിച്ചെങ്കിൽ ഇന്ന് അടുത്ത ഉദാസയാവുന്ന കുടുംബത്തോട് എന്നും ചേർന്നുകൊണ്ട് ജീവിക്കണം. തിരുസഭയാവുന്ന കുടുംബത്തിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള പ്രവണതകളാണ് ഇന്നുള്ളത്. ഞാൻ വിവരിക്കാതെ തന്നെ നിങ്ങൾക്ക് കാരണങ്ങൾ അറിയാം, കാര്യങ്ങൾ അറിയാം, കാലത്തിന്റെ മാറ്റങ്ങൾ അറിയാം. ഇങ്ങനെയുള്ള സമയത്ത് എന്റെ ഇടവയോടും എന്റെ സഭയോടും ആ ദൈവത്തോടും ചേർന്ന് നിന്ന്, വൈദ്യുതിയോടും ചേർന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല സാക്ഷി ജീവിതമാണ്. അതോടൊപ്പം തന്നെ വെളിപാട് പുസ്തകത്തിലൊക്കെ കാണുന്ന അഞ്ചാമത്തെ കുടുംബം, സ്വർഗീയ കുടുംബം. നമ്മളെല്ലാം അന്തിമവിധിയും കഴിഞ്ഞ് സ്വർഗത്തിൽ ദൈവപിതാവിനോടൊപ്പം ആയിരിക്കും എന്നുള്ള പ്രത്യാശയോട് കൂടിയുള്ള ഒരു കുടുംബ ജീവിതം. ഈ ലൗകിക ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം അഞ്ചാമത്തെ കുടുംബത്തിൽ വീഴുകയും ചിലപ്പോൾ നിങ്ങളൊക്കെ തളർന്നു പോയിട്ടുണ്ടാവും. ഇതൊരു സ്വപ്നം കാണലാണ്. ഭാവിയില് എന്റെ ഈ ലോകവാസത്തിന് ശേഷം ഞാൻ എന്റെ സ്വർഗീയ പിതാവിനോടൊപ്പം ഒരു വലിയ കുടുംബമായി ജീവിക്കും. അതില് എല്ലാവരും ഉണ്ടാകും, വിശ്വാസി എല്ലാവരും ആ ദൈവത്തിനോടൊപ്പം ആയിട്ട് ജീവിക്കും എന്നുള്ള ഒരു പ്രത്യാശ. അത് സ്വപ്നം കാണാൻ ഈ ലോക ജീവിതത്തിലായാലും പലർക്കും സാധിക്കില്ല. ഇത് പറയുമ്പോൾ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഇത് നിങ്ങൾ കേട്ടിരിക്കും. കാരണം ഈ ദിവസമായിരുന്നു, ഈ ദിവസമാണ് ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടത് പ്രത്യേകമായി. കാരണം ഈ കുടുംബജീവിതം ആരെ കുറിക്കുമ്പോൾ ദൈവപിതാവിനെ ഈ ലോകത്തിനപ്പുറം സ്വപ്നം കാണുമ്പോഴാണ് ഈ ലോകത്തിലെ എന്റെ കുടുംബജീവിതത്തെ തിന്മകളിൽ നിന്ന് മാറ്റി, പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്ന് മാറ്റി ഏറ്റവും നല്ല രീതിയിൽ നയിക്കാനുള്ള ഊർജ്ജം കിട്ടേണ്ടത്. അതുകൊണ്ട് വലിയ കുടുംബത്തെ മുന്നിൽ നിർത്തി മുന്നോട്ട് പോകണം. ഏറ്റവും ഒടുവിലായി ഈ 5 കുടുംബത്തോടൊപ്പം നിങ്ങളുടെ കുടുംബത്തെ ഞാൻ ചേർത്തിരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബം ഏറ്റവും മനോഹരമാണ്. സാധാരണ വീടിച്ചിരിക്കുമ്പോൾ ഒരു സുവിശേഷ ഭാവം വായിക്കും. അതിനകത്ത് പറയുന്നത് ഉത്കണ്ഠാകുലരാകേണ്ട വൈദിക രീതികളേക്ക് ചൂണ്ടിക്കാണിച്ച് പറയും. ഇന്ന് എനിക്കുള്ള ഒരു സന്തോഷം കൂടി പറയട്ടെ. ഇതുവരെ ഞാൻ കണ്ടപ്പോൾ നിങ്ങൾ രണ്ടുപേർക്ക് യാതൊരു ഉത്കണ്ഠയും കാണുന്നില്ല, ആകുല കാണുന്നില്ല. ഒരുപക്ഷെ ജോണിച്ചേട്ടനും മേരി ചേച്ചിയും പൊന്നമ്മ ചേച്ചിയും ഒക്കെ ആ ഉത്കണ്ഠ കുറെ ഏറ്റെടുത്തിട്ടുണ്ടാവും. ഒരു കർമ്മം മംഗളകരമാക്കുവാൻ സമൂഹം അല്ലെങ്കിൽ കുടുംബം ഒരുമിക്കുന്ന ധാരാളം ഉത്കണ്ഠയുണ്ടാവും. ആ ഉത്കണ്ഠകളെ പരിഹരിക്കേണ്ടത് പ്രാർത്ഥനയിലൂടെ. നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയപ്പോൾ ദീർഘകാലം നിങ്ങൾ ചിന്തിച്ചെടുത്ത തീരുമാനമാണ്. അതുകൊണ്ടാണ് ഇടവയിലെ 2 പേര് ഇതേ ഒരു കുടുംബത്തിലൂടെ ഒന്നിക്കുന്നത്. നിങ്ങൾ യോജിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ചെടുത്ത തീരുമാനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉത്കണ്ഠകളെ മാറ്റുകയാണ്. നിങ്ങളെല്ലാം കരുതലോടെ മുന്നോട്ട് പോവുക. കാരണം കുടുംബങ്ങൾ തളർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ രക്തബന്ധത്തിന്റെ പേരിൽ ഒരു കൂരയ്ക്ക് കീഴിൽ ദൗത്യബോധം നഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു കൂട്ടം പേരാണ് കുടുംബം എന്ന് നിർവചിക്കപ്പെടുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, കുടുംബം എന്നാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്. ആ അവസ്ഥയ്ക്ക് മാറിപ്പോയി. രക്തബന്ധത്തിന്റെ പേരിൽ ഒരു കൂരയ്ക്ക് കീഴിൽ ദൗത്യബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പനാല്, അമ്മയാല്, ഭാര്യയുടെ ദൗത്യം എന്ത്, ഭർത്താവിന്റെ ദൗത്യം എന്ത്, ഇതൊക്കെ പോയി ഇന്റർനെറ്റ് യുഗത്തിലെ 5G വേഗതയോടുകൂടി അതിവേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പരസ്പരം കാണാനോ പ്രോത്സാഹിപ്പിക്കാനോ തിരുത്താനോ വിട്ടുവീഴ്ച ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ, ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട വിപിൻ, റോസ്ലി, നിങ്ങളുടെ കുടുംബം ഏറ്റവും മനോഹരമാക്കാൻ പറ്റും. നിങ്ങൾ പ്രാർത്ഥനയിൽ പലവട്ടം പ്രാർത്ഥിച്ച് ഈഗോയും മറ്റു കാര്യങ്ങളും കളഞ്ഞു പുതുമയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. പ്രാർത്ഥനയെ മുൻനിർത്തി ക്ഷമിച്ച് സ്നേഹിച്ച് വിട്ടുവീഴ്ച ചെയ്ത് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഞാനും ഈ വൈദികരും ഇവിടെയുള്ള ഞങ്ങളെല്ലാവരും സ്വപ്നം കാണുന്ന ഏറ്റവും നല്ല കുടുംബം നിങ്ങളിലൂടെ ഉണ്ടാവും. അത് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹ
വിവാഹമെന്ന കൂതാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ ഈ വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. തന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണ്ണമായി ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയവിരുദ്ധനായി സഹോദരെയും ക്ഷണിക്കുന്ന മിശുഹായി അങ്ങനെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭിവ്യക്തിയെ പറ്റി പഠിപ്പിച്ച മിശുഹായി പരസ്പര വിശ്വാസത്തോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കല്യാണം വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശുഹായി അതിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരന്തരരായി ജീവിക്കുവാൻ സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയായിരിക്കുമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിശുദ്ധി പരിപൂർണബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ധാന്യങ്ങൾ ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയിൽ നിന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. എല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ വിപിനെയും റോസ്നിയെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറങ്ങി അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവർ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹമെന്ന കൂതാശയിൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂതാശ യോഗയോടുകൂടി പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ കൊടുക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. വിവാഹ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് താലി വെച്ചിരിപ്പും അതേപോലെ ഇവരുടെ സമ്മതം അറിയിക്കല്, മോതിരം വെച്ചിരിപ്പ്, മന്ത്രമൂടി വെച്ചിരിപ്പ് എന്നീ കർമ്മങ്ങൾ നടത്തുന്നത്. പുരുഷന് ജീവിതസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന വിപിനെയും റോസ്നിയെയും സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന കൂദാശം യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവനം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. വിവാഹ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. സാക്ഷികളായിട്ട് വന്നിട്ടുള്ളവര് വരന്റെ ഭാഗത്തുനിന്നുള്ള സാക്ഷി മുമ്പോട്ട് കയറിയിരിക്കുക. വധുവിന്റെ ഭാഗത്തുനിന്നുള്ള സാക്ഷിയും മുമ്പോട്ട് കയറിയിരിക്കുക. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉചിതമായി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടി റോസ്മിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? റോസ്മി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടി ബിബിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ.
നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്ത് കരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് യേശു മിശിഹ നിങ്ങളുടെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. താലി വെച്ചിരിപ്പ് കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവ് വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാൻ, നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാൻ ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. മോതിരം വെച്ചിരിക്കും. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മന്ത്രം കൂടി വെച്ചിരിക്കും. കൃപാവരത്തിന്റെ അനശ്വരവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്ന് ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. പുതിയ കുടുംബത്തിൻ കതിരുകളെന്നോ തിരുസഭ വിജയത്തിൻ തൊടുകുറിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകളെന്നോ തിരുസഭ വിജയത്തിൻ തൊടുകുറിയുന്നു. നവദമ്പതിമാരെ ഭാവുകമരുളുന്നു, മഞ്ജുളമാണികളാ മംഗളമരുളുന്നു. നവദമ്പതിമാരെ ഭാവുകമരുളുന്നു, മഞ്ജുളമാണികളാ മംഗളമരുളുന്നു, മംഗളമരുളുന്നു. പുതിയ കുടുംബത്തിൻ കലയുകളേറുന്നു, തിരുസഭ വിജയത്തിൻ ചൊല്ലിക്കൊടുക്കുകയാണ്. സുവിശേഷ ഗ്രന്ഥത്തിലെ വലത് കൈ വെച്ച് ചൊല്ലിത്തരുന്ന പ്രതിജ്ഞാവാചകങ്ങൾ ഏറ്റുചൊല്ലുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും
ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് സമാപനാശീർവാദം സ്വീകരിക്കുമെന്ന് സമാപനാശീർവാദത്തിനായി തലകുനിക്കുക. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ അവിടുന്ന് വിപിനെയും റോസ്മിയെയും സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹായി എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവ് സംരക്ഷകരമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. കാഴ്ചവെപ്പ് ഗീതത്തോടുകൂടി ഇപ്പോൾ വിശുദ്ധ കുർബാന തുടരുകയാണ്. വിശുദ്ധ കുർബാനയെ സജീവമായി നമുക്ക് പങ്കുചേരാം. ശാന്തി ലഭിച്ചിടുവാൻ
മനസാക്ഷികളെയും സൽക്കർമ്മികളെയും ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. കർത്താവേ, ആശ്വദിക്കണമേ. എന്റെ സഹോദരി കുർബാന നിങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീരക്തങ്ങളാവുന്ന ദിവസങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിട്ടും ഞങ്ങളെ കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും നന്ദിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പോഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തെ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗവും ഭൂമിയും പാർത്തിരുന്നു. ഭഗവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ മഹിമയാൽ നിറഞ്ഞിടുന്നു. സ്വർഗവും ഭൂമിയും പാർത്തിരുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഓശാന പാടി ഞങ്ങളും അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങനെയുള്ള പ്രകാശവും അങ്ങേ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി പരിശുദ്ധ കന്യകയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. വിവാഹവും വിശുദ്ധ കുർബാനയും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടും അർപ്പണത്തിന്റെ ഉദാശകളാണ്. വിശുദ്ധ കുർബാനയിൽ കാർമികന് അപ്പപ്പെടുത്തി വാഴ്ത്തിക്കൊണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി എന്ന് തിരിച്ച് റോസ്മിക്കും
വീട്ടിനെ നോക്കി പറയുവാനായിട്ട് സാധിക്കണം. അതിനുള്ള കൃപ ഇവർക്ക് ലഭിക്കുവാനായി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കൂ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ ഈ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാലം ചെയ്യും. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ എത്തിച്ചു കൊടുക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും നന്ദിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ പിതാവ് അതിരൂപതാധ്യക്ഷനുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി അതിരൂപതാമെത്രാപ്പൊലീത്തൻ വികാരി മാർ ആന്റണി പിതാവിനായി വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹിതന്മാരുടെയും രക്തസാക്ഷികളുടെയും അമ്മയുടെയും ബഹുമാനത്തിൽ അങ്ങേ സന്നിധിയിൽ പ്രീതിജനകമാമിതം വർദ്ധിച്ച് വിശുദ്ധരും വിശ്വസ്തരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങനെ കാരണത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ദൈവജനത്തിനു വേണ്ടിയും പ്രത്യേകമായ നവദമ്പതികളായ യുവതിക്കും വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും ഇഷ്ടവുമായ ബലിപീഠത്തിന്മേൽ
അങ്ങയുടെ വിശുദ്ധന്റെ രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിന്റെയും മാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ ദർശനതയെ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണം അങ്ങയുടെ വനനയും സ്തുതവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശിശുവായ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്നും ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, സാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധമാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കമായ എല്ലാവർക്കും ആവശ്യമായ നിർമ്മലത്തിന്റെ വിശുദ്ധ മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, യേശുവിനുമായ ദാസനും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ലഭിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിലായിരിക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശിവശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദിവ്യവുമായ രഹസ്യത്തിൽ സന്തോഷത്തിൽ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയോട് ആവസിച്ച് ഇതിനെ ആസ്വദിക്കുകയും പൗരേക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് കടകൾ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുതീർത്തുകളെ പ്രത്യാശിക്കും നിന്റെ പ്രതിപത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമാനത്തിനും കാരണമാകട്ടെ. രക്ഷാപതിയെക്കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ രക്ഷിക്കപ്പെട്ട സ്ഥിതി സന്തോഷത്തോടും പ്രത്യാശയോടുകൂടെ ഞങ്ങൾ എനിക്ക് നന്ദി അർപ്പിക്കുകയും സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും നന്ദിയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവയുടെ കാരുണ്യത്വം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാര്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വംശിഹായി നിന്റെ തിരുനാമത്തിന്റെ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയമായി തിരുവോസ്തിരൂപൻ അറിയും നിമിഷം നവജീവനേക ആഹാരമായി തിരുനാഥനറിയും Oh
ഈശോമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ എല്ലാവരും ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേശനായ സർവേശ്വരനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ കാര്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ സ്വർഗത്തിലെ ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിലോടത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ.
നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹായുടെ ശരീരവും രക്തവും ക്രൂശിതനെ എന്നിൽ വാഴണമേ. ഓ സ്നേഹനിധി എന്നിൽ ഉള്ളിൽ വാഴണമേ. യോഗ്യമല്ലെന്റെ ഹൃദയമെന്നാലും അലിവു തോന്നണമേ. ആവിയാമിന്നിൽ
വിശുദ്ധ ബലിയുടെ സമാപനാസ്വാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാർ വിപിന്റെയും റോസ്മിയുടെയും മേൽ അമ്മയുടെ കാരുണ്യത്തിന്റെ വലങ്കൈ നീട്ടണമേ. അമ്മയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവിടെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവിടെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, ഈ ദമ്പതിമാരെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന് നാഥനായ മാറിയ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ നിരന്തരം സഹായിക്കുമാറാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിലവരെ പങ്കാളികളാക്കുകയും ചില കാരണവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കൂദാശിയ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. വിശുകാരുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൊട്ടാരമേ, നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവരയിലേക്ക് സ്തുതിയും ബഹുമാനവും നന്ദിയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന് സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കരുണയെ സ്വസ്തി. അങ്ങനെ ശേഷി കുറവാണ്. കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇങ്ങനെ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ കൂടാ. നിങ്ങൾക്കാശംസകൾ. വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ. മരണമാല്യം ചാർത്തിയ നിങ്ങൾക്കാശംസകൾ. നൂറാശംസകൾ ആശംസകൾ. വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ. വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ. മരണമാല്യം ചാർത്തിയ
അനുഗ്രഹിച്ചില്ലേ ദാമ്പത്യ വിജയം നേടാൻ അനുഗ്രഹിച്ചില്ലേ ദൈവം അനുഗ്രഹിച്ചില്ലേ ആശംസകൾ ആശംസകൾ മംഗളാശംസകൾ മംഗളാശംസകൾ വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ ഭരണമാല്യം ചാർത്തിയ നിങ്ങൾക്കാശംസകൾ നൂറ് നൂറാശംസകൾ ആശംസകൾ 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 മംഗളാശംസകൾ 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 ഇണയായി തുണയായി തീരാൻ വിളിച്ചു ചേർത്തില്ലേ ദൈവം വിളിച്ചു ചേർത്തില്ലേ ഈ ജന്മമൊന്നായി തീരാൻ തിരഞ്ഞെടുത്തില്ലേ ദൈവം തിരഞ്ഞെടുത്തില്ലേ ഈ ജന്മമൊന്നായി തീരാൻ തിരഞ്ഞെടുത്തില്ലേ ദൈവം തിരഞ്ഞെടുത്തില്ലേ ആശംസകൾ ആശംസകൾ മംഗളാശംസകൾ മംഗളാശംസകൾ വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ ആയിരം ആശകൾ വിരിയാൻ മംഗല്യമധുരം നുകരാൻ നിങ്ങൾ മംഗല്യമധുരം നുകരാൻ ആയിരം ആശകൾ വിരിയാൻ മംഗല്യമധുരം നുകരാൻ നിങ്ങൾ മംഗല്യമധുരം നുകരാൻ ദാമ്പത്യ വിജയം നേടാൻ അനുഗ്രഹിച്ചില്ലേ ദൈവം അനുഗ്രഹിച്ചില്ലേ വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ മരണമാല്യം ചാർത്തിയ നിങ്ങൾക്കാശംസകൾ നൂറ് നൂറാശംസകൾ ആശംസകൾ വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ ഭരണമാല്യം ചാർത്തിയ നിങ്ങൾക്കാശംസകൾ നൂറ് നൂറാശംസകൾ ആശംസകൾ ഇണയായി തുണയായി തീരാൻ വിളിച്ചു ചേർത്തില്ലേ ദൈവം വിളിച്ചു ചേർത്തില്ലേ ഇണയായി തുണയായി തീരാൻ വിളിച്ചു ചേർത്തില്ലേ ദൈവം വിളിച്ചു ചേർത്തില്ലേ ഈ ജന്മമൊന്നായി തീരാൻ തിരഞ്ഞെടുത്തില്ലേ ദൈവം തിരഞ്ഞെടുത്തില്ലേ